നമസ്കാരം മാം. അതായത് ഇപ്പോഴത്തെ യൂത്ത് ജനറേഷൻ എന്ന് പറയുന്നത് അച്ഛനെയോ അമ്മയോ സഹോദരിയോ സഹോദരനെയോ ഒന്നും തിരിച്ചറിയാത്തൊരു ജനറേഷനാണുള്ളത്. അതായത് അവർ ലഹരിക്കും ഈ കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, അടിമകളായി മാറി. ഇപ്പോൾ എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ്, റീൽസാണ് അതൊക്കെ. ഇപ്പോൾ കഞ്ചാവ് വെച്ചൊക്കെ റീൽസൊക്കെയാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ അതിദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് കേരളത്തിൽ. അതായത് ലഹരി അടിച്ചു വന്ന മകൻ അച്ഛനെ തലക്കടിച്ചു കൊന്നു, അമ്മയെ തലക്കടിച്ചു കൊന്നു എന്ന് പറഞ്ഞ പല കേസുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ അതിദാരുണമായ സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഒരു 30 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ ലിവിൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ ആൾക്കാരെ കേട്ടാലാണ് ഏറ്റവും കൂടുതൽ ഞെട്ടി തരിച്ചു പോകുന്നത്. അതും 14 വയസ്സുള്ള 2 കൊച്ചു കുട്ടികൾ. എത്രത്തോളം ധൈര്യമുണ്ടെന്നാണ് നമ്മളത് നോക്കിക്കാണേണ്ടത്. പക്ഷേ അതിൽ വേറെ പുറത്തു വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർ ലഹരിക്ക് അടിമകളായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ അതായത് ഇവിടെ ഒരുപാട്, അതായത് വൻ വിജയങ്ങൾ കൊയ്തെടുത്ത തൃശ്ശൂർ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതെ, സാംസ്കാരിക തലസ്ഥാനം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള തൃശ്ശൂർ ജില്ലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പിന്നീട് മാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തായിരുന്നു, അതായത് ഒരു പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ വൻ ലഹരി വേട്ട, അതായത് സ്കൂളുകളിലേക്ക് ലഹരി മാഫിയ കറങ്ങി നടപ്പുണ്ടെന്ന് വരുന്ന വാർത്ത വരെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ, അതായത് കുട്ടികൾ ക്ലാസ്സുകൾ വരെ കൊടുക്കുന്നുണ്ട്. ലഹരിക്ക് അടിമകളാകരുത് എന്ന് പറയുന്ന ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ വരെ നൽകുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു. മാമിന് ഇതിൽ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് മാം ഇത് നോക്കിക്കാണുന്നത്? അച്ഛനെ 2 രീതിയിൽ. ഒന്ന്, ഒരു എന്താ പറയുക, വളർന്നു വരുന്നൊരു കുഞ്ഞ്, ഒരു 6-7 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള നിലയിൽ, മറ്റൊന്നൊരു അധ്യാപിക എന്ന നിലയിൽ വളരെ വേദനാജനകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കേരള സമൂഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ അവിടെ നമ്മൾ ഇപ്പോഴത്തെ സിസ്റ്റത്തെ വെച്ച് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷ സർക്കാരിനെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നെ പറയുകയാണ്. കാരണം ഒരു 8 വർഷമായി കാണും ഈ ഒരു കുട്ടികൾക്കെതിരെ ഒരു സിന്തറ്റിക് ലഹരി അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം ഇത്രമേൽ വർദ്ധിക്കാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഭരണകൂടം ഇതിനെതിരെ പുലർത്തുന്ന ഒരു സൈലൻസ് ഉണ്ട്. അത് ചെയ്ത് എന്താ പറയുക, ഇതിനു മുമ്പൊന്നും ഇത്രയ്ക്കൊന്നും കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാനിത് പറയാൻ 2023 തന്നെ എൻ്റെ പക്കൽ ഒരു ഇത് കാണിച്ചു തരാം. കേരള കൗമുദിയിൽ വന്നിട്ടുള്ള ഒരു ഇതുണ്ട്, നോക്കൂ, ഒരു ഫുൾ ലിസ്റ്റ് കാണാൻ പറ്റും. ലഹരി മാഫിയ 1057 സ്കൂളുകൾ എന്ന് പറഞ്ഞ് കേരളാമതി കൊടുത്താണ്. ജില്ല തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ, ജില്ല തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എറണാകുളം നമുക്ക് കാണാം 116, തൃശ്ശൂർ 102. ഇതൊക്കെ ലഹരി മാഫിയയുടെ വലയിലായിട്ടുള്ള സ്കൂളുകളാണ്. അതായത് അന്നത്തെ നമ്മുടെ മുഖ്യധാര പത്രമായിട്ടുള്ള കേരള കൗമുദിയിൽ വലിയ രീതിയിൽ ലഹരി മാഫിയ വലയിൽ 1057 സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2023 അവർ വിട്ടവരിതൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചർച്ചകൾ ഒരുപാടുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒന്നാമത് ജനറേഷൻ്റെ ഒരു പോക്ക്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഉപദേശിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 80-90s ഒക്കെ ഉള്ള ആൾക്കാരെന്തെങ്കിലും ഉപദേശിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ എനിക്കൊക്കെ ഇട്ടൊക്കെ പേര് തള്ള അല്ലെങ്കിൽ പിന്നെ തള്ള വൈബ്, പിന്നീട് പറയും വസന്തങ്ങൾ. 80കളിലെ വസന്തം വന്നു, അല്ലെങ്കിൽ 90കളിലെ വസന്തം, പിന്നെ എന്തൊക്കെയോ രാഘവേട്ടനോ എന്തൊക്കെയോ പേരുകളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റയിലൊക്കെ നമുക്കൊക്കെ നമ്മളെ കളിയാക്കലുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ജനറേഷനിൽ നമുക്ക് എത്രത്തോളം അടിച്ചു പൊളിക്കാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് വന്നവരാണ്. പക്ഷെ ഒരിക്കലും അന്നത്തെ ഒരു ജനറേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ കോളേജ് ലൈഫ് ആയിക്കോട്ടെ, സ്കൂൾ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ അടിച്ചു പൊളിച്ച് വന്നൊരു വ്യക്തി എന്നുള്ള രീതി പറയട്ടെ, ഒരിക്കലും നമ്മളൊന്നും ലഹരി മാഫിയ എന്ന് പറഞ്ഞ ലഹരിയിലേക്ക് കൂപ്പുകുത്താനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ എന്തുവാണ് ഒരു പുരോഗമനവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊപ്പം ഇപ്പം എന്ത് പറയുന്നത്, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്, ഭയങ്കര ഇതായിട്ടാണ് പറയണേ. എന്താ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്, നമ്മുടെ ബോഡി, എൻ്റെ ബോഡി എൻ്റെ റൈറ്റ്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് പോകും, കയറി നിറങ്ങിയിട്ട് പോകും. ഈ രീതിയിലൊക്കെ സ്വന്തം ശരീരത്തെ കാണിച്ച് ആണും പെണ്ണും അല്ലേ, ഗുൽമോഹർ ചോട്, ഇതൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കലാലയ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, സ്കൂളിലൊക്കെ കുട്ടികളെ എന്താ പറയുക, ആ ഒരു പാർട്ടിയിലേക്ക് നമുക്കറിയാം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു ഇതുണ്ട്, അട്രാക്ഷൻ ഉണ്ട്. ലഹരി എന്ത് കണ്ടാലും ദേ ഡോണ്ട് നോട്ട്. നമുക്ക് വിലക്കുകൾ, അഴുതുകൾ അല്ലെങ്കിൽ വിലക്കുകൾ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെറിയാനുള്ളൊരിതാണ് ടീനേജ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് കൊടുത്ത് യഥേഷ്ടം കൊടുത്തിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആരും ചോദ്യം ചെയ്യാത്തൊരു രീതിയിലേക്ക് വരുവാണ്. ചോദിക്കാനും, അതായത് ക്യാമ്പസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വലിയ
വല്യേട്ടന്മാരായിക്കോട്ടെ അവരൊക്കെ കൊടുത്ത് ശീലിക്കുന്ന ലഹരിയാണ് കുട്ടികളെ അല്ലേ. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇവർക്ക് ആരെയും ഭയമില്ലെന്നാണ്. ഈ 14-കാരൻ്റെ ഇത് ഞെട്ടിക്കുന്നൊരു വാർത്തയായപ്പോൾ ഇന്നലെ 2024 നമ്മൾ പറയും ആ ഒരു വർഷം വിട വാങ്ങുന്നു. ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ തേക്കിൻകാട് മൈതാനത്തിലേക്ക് 14ഉം 16ഉം വയസ്സുള്ള 2 പയ്യന്മാർ രാത്രിയിൽ 2 പെൺകുട്ടികളായിട്ട് പോകുന്നു. അപ്പോൾ അവരുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈബ് അടിക്കാൻ വേണ്ടി പോകുന്നു. ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ടാണ് ന്യൂ ഇയറിൻ്റെ വൈബ്. ഓക്കെ, അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഒരാൾ പോകുന്നു. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയോ പോയി നശിക്കട്ടെ എന്ന് വിചാരിക്കുക, അതിനപ്പുറം ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമുന്നിൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവും നമുക്കൊക്കെ. ഇപ്പോൾ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്തെന്ന് വരാം, എന്തിന് നിങ്ങൾ അവിടെ പോകുന്നു എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യും. പക്ഷെ അതിനെ പോലും ഇൻ്റർപ്രിറ്റ് നമ്മളെ വേറെ രീതിയിൽ അപ്പോഴും ചോദ്യം ചെയ്യുമ്പോൾ എന്താ പറയണത്, അതെന്താ വസന്തമായതുകൊണ്ട് നമുക്ക് ചൊരുക്കണമെന്ന് പറയും. അവരുടെ പ്രൈവസിയിലേക്ക് ഓക്കെ, ഇവിടെ സദാചാര പോലീസ് ആവണം എന്നല്ല ഉദ്ദേശിച്ചേക്കണത്. പക്ഷെ നമ്മളൊരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു സൊസൈറ്റിക്ക് നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ഒരു സമൂഹമാണ്, പൊതുസമൂഹമാണ്, സമാധാനപരമായിട്ട് ജീവിക്കണം അല്ലേ. അപ്പോൾ ഒന്ന് നശിച്ചു പോകുന്നു, അതിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരുപക്ഷെ നമ്മളതൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാം, അതൊന്നും ഒരു പാതകമല്ല. പക്ഷേ ഇവിടുത്തെ എന്ന് വെച്ചാൽ നറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കാരണം ഇത്തരം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരം ജനറേഷൻ കുട്ടികൾക്കൊക്കെ നമ്മൾ പറയില്ലേ കുന്തളിച്ച് അർമാദിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ, ആ ഒരു വ്യവസ്ഥിതി രൂപം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ പാരന്റിങ്ങിന്റെ തലയിൽ കൊണ്ടുവന്നതും അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു ഫ്രീഡമാണ്. കാരണം അവരെ ഫ്രീഡത്തിൽ കൈയടത്താൻ പാരന്റ്സിന് പോലും അവകാശമില്ലെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പണ്ടത്തെ ഒരു ജനറേഷനിൽ നിന്ന് മാറി നമ്മളൊക്കെ വളരെ പണ്ടത്തെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു, എല്ലാത്തിലും നോസ് മാത്രം ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ അല്ലേ കുട്ടികൾക്ക്. പക്ഷേ അതിൽ നിന്ന് മാറി പിന്നീട് ഓക്കെ പക്ഷെ എന്തിനും ഒരു അതിർവരമ്പ് വേണം അച്ഛനാ. എന്തിനും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടം വരെ ആകാം, അത് അതിർവരമ്പ് വേണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, അങ്ങ് എക്സ്ട്രീമാണ്, എല്ലാത്തിൻ്റെയും എക്സ്ട്രീമാണ്. ആനന്ദം അതായിക്കോട്ടെ എൻ്റെ എക്സ്ട്രീം. അപ്പം ഒരു സമൂഹത്തിന് പാലിച്ചു പോകേണ്ട എന്തുകൊണ്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ഒരു സാമൂഹ്യ രീതിയുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻസ്, ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, കാരണം നമ്മൾ പാശ്ചാത്യ കൾച്ചറിൽ നിന്ന് നമ്മളൊക്കെ ഡിഫറൻറ്റ്. ഇപ്പോൾ ഞാനൊക്കെ ആലോചിച്ച് നോക്കുന്നത് എൻ്റെ ഒരു ജനറേഷൻ, എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് പിന്നീടായി കഴിഞ്ഞ് കഴിയുമ്പം മകളെ എന്നുള്ളൊരു ഇതിലാണ്. അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുത്തി എന്നല്ല പറയുന്നത്, പക്ഷെ അതൊരു ബന്ധമാണ് അല്ലേ. ഇപ്പം എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ജീവിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പാരൻസ് ഉണ്ടെന്ന് പറയുമ്പം തിരിച്ച് അത് കണ്ടു വേണം നമ്മളും നമ്മുടെ അച്ഛനെയും അമ്മേനും അതേ രീതിയിൽ കെയർ ചെയ്ത്, അതൊക്കെ ഒരു ഗീവിങ് ആൻഡ് ടേക്കിങ് ഒരിതാണ്. അല്ലാതെ ഇങ്ങനെ കുന്തളിച്ച് എന്തോ എങ്ങനെയായി പൊയ്ക്കോ കുറേ കാശെടുത്ത് കൊടുത്തിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരാജകത്വമാണ്. പക്ഷെ ഇത് 14 ഇപ്പോൾ അറിഞ്ഞപ്പോഴേക്കും ആ കുട്ടീനെ സ്കൂളിൽ നിന്ന് തന്നെ ക്രൈം റെക്കോർഡ്സ് ഉള്ള കുട്ടികളാണെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൊരു 30-കാരനെ ഒറ്റക്കുത്തിന്. അപ്പോൾ 14 വയസ്സുള്ള അവൻ എന്താണ്, അവൻ്റെ നമ്മളവിടെ പ്രായം നോക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോഴും MLA മകൻ അറസ്റ്റിലായെന്ന് പറഞ്ഞു അല്ലേ, കേസ് വന്നു എന്ന് പറഞ്ഞു. മീഡിയാസ് MLA ആയതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോഴും ഞാൻ കുറേ നറേറ്റീവ്സ് കണ്ടു, വെറും 19 വയസ്സുള്ള കുട്ടിയല്ലേ. ഇവിടെ വയസ്സൊരു മാനദണ്ഡമല്ല ക്രൈംസിനൊന്നും വയസ്സ്, കാരണം വെറും 19 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അവർക്കുള്ള ഈ അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവൻ്റെ പേരോ നാളോ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള അവകാശം കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കുട്ടിയല്ലേ എന്നുള്ള ഇതിൽ അവൻ ലഘൂകരിക്കുമ്പം അത് തന്നെയാണ് ഇന്നത്തെ കുട്ടി തന്നെയാണ് പിന്നീട് ഏറ്റവും വലിയ കൊടും ക്രിമിനലായിട്ട് വേണ്ടത്. ഇത് 14 വയസ്സുള്ള കുട്ടി, ഇന്നത് അവന് തോന്നിയതുപോലെ നമ്മൾ ചെയ്ത് നാളെ അവൻ ഒരു പക്ഷേ പുറത്തിറങ്ങുന്നത് ഏറ്റവും വലിയ, കാരണം ഒറ്റക്കുത്തിന് തീർക്കാനുള്ള ഒരു ചങ്കുറപ്പുള്ളവനാണ് അവൻ. ലഹരി അവൻ്റെ ചിന്തകളെ എല്ലാം സ്വാധീനിച്ചു കഴിഞ്ഞു. അപ്പോൾ എത്ര വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടികളെ കൊണ്ട് പോയപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം കത്തിയും കൊണ്ടാണ് ആദ്യത്തെ ന്യൂസിലൊക്കെ ഞാൻ വിചാരിച്ചത് തടഞ്ഞു നിർത്തി അയാളുടെ കയ്യിൽ കുറ്റമുണ്ടെന്നാണ് വിചാരിച്ചത്. അയാളുടെ കത്തി, ഇവൻ അങ്ങനെയായിരുന്നല്ലോ പോലീസിലൊക്കെ പറഞ്ഞത്, അവനെ കത്തി ഇപ്പം സ്വയരക്ഷക്കുള്ളതെന്നുള്ള. നമുക്കും വിഷമം തോന്നി, അയ്യോ 14 വയസ്സുള്ള കുട്ടികൾ അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതേ ഒരു ഇൻട്രൂഡർ കയറി വന്ന് ചോദിച്ചു. പക്ഷെ വാസ്തവം പറയുമ്പോൾ എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് വരെ പുറത്താക്കിയ ക്രൈം റെക്കോർഡ്സൊക്കെ ഉള്ള സഹപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള റെക്കോർഡ്സ് ഉള്ള 14, അതിൻ്റെ കൂടെ 2 പെൺകുട്ടി. ആ കുട്ടികളുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും, ഇപ്പോൾ സദാചാരം പറയണത് കൊണ്ടാണ്. പക്ഷേ ഒരു പ്രായം വരെയൊക്കെ പെൺകുട്ടികളുടെ മേലൊക്കെ ഒരു കണ്ണ് രക്ഷിതാക്കൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോകണ്ട, ഒരു പരിധി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഇറങ്ങണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും സമൂഹം നമ്മൾ ഉടനെ വീണ്ടും വസന്തമാക്കുകയാണ്. വസന്തമായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്ത അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു. ഇതൊന്നുമല്ല, കാരണം അവിഹിത ഗർഭം ഉണ്ടായി വന്നു കഴിഞ്ഞാലും സഹിക്കാനുള്ളത് പിന്നീട് ആ അച്ഛനും അമ്മയായിരിക്കും ഇല്ലേ. കാരണം പിന്നീട് സൊസൈറ്റി, നമുക്കറിയാം യൂട്യൂബ് നോക്കി വരെ പ്രസവിക്കുന്ന കാലമാണ് പെൺകുട്ടികളൊക്കെ.
ഒന്നിനും ഒരു ഭയമില്ലാതായി മാറി. പക്ഷെ നാളെ ഇത് പറയുമ്പോഴാണ് എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പേട്ടയിൽ ഒരു 16 വയസ്സുള്ള കുട്ടിയുടെ മുറിയിൽ ഒരു 19 വയസ്സുകാരൻ പോയപ്പോൾ അച്ഛൻ കുത്തി കൊന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്ക് അച്ഛൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം ഒരാളുടെയും ജീവൻ എടുക്കുന്നത് വളരെ ഇതായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അച്ഛൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, അയാളത് ചെയ്തില്ല. അയാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അയാൾ പുറത്താണ്, കൂടുതൽ ഫ്രീഡം കൊടുത്ത് മകൾ ഗർഭിണിയായി കഴിഞ്ഞ് ചെറുക്കൻ പോയി കഴിഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? പിന്നീട് അച്ഛനാരായി? അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഭയങ്കര ഇതാകട്ടോ. അതിൽ തന്നെ ഇൻസ്റ്റയൊക്കെ പറയേണ്ടി വരും. ഇപ്പോഴത്തെ പുത്തനിത് ലഹരി അടിച്ച് ഇതാക്കുമ്പോൾ കൂടുതൽ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ ബൈക്ക് റൂൾസൊക്കെ വയലേറ്റ് ചെയ്ത് ബൈക്ക് അടിച്ച് മീൻസ് അതിൽ പോയി കഴിയുമ്പോൾ റൈഡ് ചെയ്ത് പോകുമ്പോഴേക്കും കൂടുതൽ ഫോളോവേഴ്സ്. മീശ വിനീതിനുള്ള കണക്ക്, അത് കാന്താരി, കലിപ്പൻ്റെ കാന്താരി, ഇത് ഈ ഒരു രീതിയിലൊക്കെ അങ്ങോട്ട് ഭയങ്കര രീതിയിൽ അവരെ സ്തുതിപാഠകന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയി കഴിയുമ്പോൾ പിള്ളേർ വിചാരിക്കണം എന്താണ് ഇതാണ് ജീവിതം എന്ന്. തൊപ്പി എന്നൊക്കെയുള്ള യൂട്യൂബേഴ്സിനൊക്കെ അറിയില്ല. പിന്നെ തൊപ്പി എന്താണ് സൊസൈറ്റിക്ക് ഇവരൊക്കെ കൊടുക്കുന്നത്? എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇത് 14 വയസ്സെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ലഹരി മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടി മുറുക്കിയിട്ടുണ്ട് കേരളത്തിൽ ശക്തമായിട്ട്. അത് കൊച്ചു കുട്ടികൾക്കിടയിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മുടെ കേരളത്തിൽ അടുത്തൊരു സമൂഹം അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം അടുത്ത തലമുറ രക്ഷപ്പെടുമെന്ന്. കാരണം ഇത്രയും കുത്തഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഇത് വല്ലാത്ത ഏറ്റവും വലിയൊരു മാഫിയാണ്. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയാം അല്ലേ? നമുക്കറിയാം, സിനിമകളുടെ ഡയലോഗ് അല്ല, ഡെഫിനറ്റ്ലി ആ ഡയലോഗ് പറയും. പക്ഷേ അത് ഏറ്റവും കൂടുതൽ കേരളീയ സമൂഹത്തെ ഇതൊരു മിനി മെക്സിക്കോ ആയിട്ട് മാറി അച്ഛനാ. പിന്നെ നമുക്ക് തോന്നാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ബിഗ് ഷോട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ മേലാളന്മാർ ഏത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഇതിനെതിരെ നിശബ്ദമായിരിക്കും. സത്യമല്ലേ? കാരണം എന്താണ് ഇതിൻ്റെ പിന്നിൽ ബിഗ് ഷോട്ട്സ് ആണ്. അത്രയും ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ 100-150 കിലോ കഞ്ചാവൊക്കെയാണ് പിടിക്കണേ. ഒരു തലമുറേനെ ആയുഷ്കാലം 2-3 കോടി ജനങ്ങൾ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു ആയുഷ്കാലം ഉപയോഗിക്കേണ്ട കഞ്ചാവാണ്. ഇതൊക്കെ ഇവിടെ തന്നെയാണോ പോകുന്നത്? അല്ല, ഇതൊരു കൺസംഷൻ എന്ന് പറയുമ്പോൾ ഇത് എവിടത്തേക്കോ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇടത്താവളമാണ് ഈ കേരളം. അത് അവിടെ നിന്ന് എവിടേക്കോ പോകുന്നുണ്ട്. അപ്പം രാഷ്ട്രീയ ഇടപെടലുണ്ട്, വമ്പൻ സ്രാവുകളുണ്ട്. പക്ഷേ ഇവർ പിടിക്കണത് എന്താണ്? 10 രൂപയ്ക്ക് പൊതി പിടിച്ച് കൊടുക്കണം സ്ത്രീകളെയൊക്കെ ആയിരിക്കും പിടിക്കുക. കടിമടം കോളനിയിൽ പാവം ജീവിക്കുക അങ്ങനെ ഒരു 10-100 രൂപയ്ക്ക് വിൽക്കുന്നവരെ പിടിക്കും. വമ്പൻ ആൾക്കാരെപ്പോഴും ബിഗ് ഷോട്ട്സ് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല, വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. 14 വയസ്സിൻ്റെ ഒരു പേര് വെച്ച് വെറും 14കാരനല്ലേ എന്ന് നമ്മൾ പറയരുത്. 14കാരന്മാരാണ് ഇപ്പോഴത്തെ സമൂഹം എന്ന് വെച്ചാൽ. വളരെ കുട്ടികൾ നമ്മൾ അത് പറയുമ്പോൾ പറയും പാരൻറ്റിങ്, തല്ലാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, ചൈൽഡ് റൈറ്റ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ കുറേ റൈറ്റ്സ് വേണ്ട എന്നല്ല, വേണം. പക്ഷെ എല്ലാത്തിലും ഒരു പിടി അത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ ഒരു ദോഷവും ഉണ്ടാവില്ല. കാരണം സ്വാതന്ത്ര്യം വേണം, പക്ഷെ എവിടെ വരെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? ഇതിപ്പോൾ എക്സ്ട്രീം ലെവലെത്തി. അന്നേരം ഏറ്റവും ബ്രൂട്ടൽ. നാളെ ഇന്ന് ഈ 30കാരന് സംഭവിച്ചത് നാളെ പൊതുനിരത്തിൽ എനിക്കോ നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ആ ലെവലായി കഴിഞ്ഞു. മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയെ കുത്തിരി 14കാരൻ്റെ വാർത്ത 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വന്നിട്ടുണ്ട്. കുട്ടികൾ അത്രയും നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വാശിയാണ്. എന്തുകൊണ്ട് നോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തി. ചോദ്യം ചെയ്യപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തൊരു ജനറേഷനായി. സിനിമയുടെ ഇൻഫ്ലുവൻസും ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടാവാം. കാരണം വയലൻസ് എവിടെ അതും നമ്മൾ സംസാരിക്കണം അല്ലേ? എല്ലാം. കാരണം ലഹരി, വയലൻസ്, ഇതിന് അതുപോലെ തന്നെ നറേറ്റീവുകൾ, പൊളിറ്റിക്സ്, ഇതെല്ലാം ഇതിന് ചേരുവകളായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ജനരക്ഷ ഉണ്ടാവുമെന്ന്. നാളെയൊക്കെ നമ്മളുണ്ടെങ്കിൽ ഏത് കത്തിപ്പടിയിൽ ഒതുങ്ങാനാണ് നമ്മുടെയൊക്കെ വിധി എന്നറിയില്ല. ആ ഒരു ഭയമാണ്. ഇനിയിപ്പം ഞാൻ ആളുകളുടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ പോട്ടെ എന്ന് വിചാരിക്കുക, അടുത്തടുത്തൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോട്ട. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇത് സംഭവിച്ച തെക്കിൻകാട് മൈതാനത്തിൽ ആ 30കാരന് അയാൾക്ക് പുതുവർഷമില്ല അല്ലേ? ആലോചിച്ച് നോക്കും, ഒറ്റ കുത്തിന് കൊന്നു കളഞ്ഞിരിക്കുന്നു. എത്ര ബ്രൂട്ടലാണല്ലേ? അപ്പോൾ ആ പയ്യൻ്റെയൊക്കെ ഒരു നമ്മൾ പറയില്ലേ, രക്തം അറപ്പൊന്നുമില്ലാത്തൊരു കൊച്ചു പയ്യൻ ചെയ്ത ഒരു പ്രവൃത്തിയൊന്നുമല്ല. പിന്നെ എത്രയോ നാളുകൊണ്ട് ലഹരി ഉപയോഗിച്ച് അറപ്പൊക്കെ തീർന്ന് ഒരു സമൂഹത്തിന് വിപത്താണ് കേട്ടോ ഇത്തരം പിള്ളേരൊക്കെ. ദുർഗുണ പരിഹാര പാഠശാലയൊക്കെ കൊണ്ടിടും. ഇനി ഇവൻ പുറത്തിറങ്ങുന്നത് വലിയൊരു ക്രിമിനലായിരിക്കും. കാരണം ഇവരെയൊന്നും ഒരു കറക്ഷൻ സെൻറ്റേഴ്സ് പിന്നെ ഇല്ല. ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടയായിട്ട് കാണും. അപ്പോൾ നമ്മുടെ വീണ ജോർജ് പോലെയുള്ളവർ മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് ആനയിക്കുന്നതും കാണാം. ഇതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു വ്യവസ്ഥിതിയുള്ളൊരു സംസ്ഥാനം മറ്റൊന്നില്ല എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ അപജയം കാണുമ്പോൾ.